ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് ഗ്യാസ് തീർന്നു പോയാലും ടെൻഷനൊന്നും അടിക്കാതെ നമുക്ക് കുക്കിംഗ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ഫ്രയർ വെച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകളും റെസിപ്പീസുമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു വെക്കുക, എന്തായാലും ഉപകാരപ്പെടും. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണിക്കുന്നത് എണ്ണയൊന്നും ഉപയോഗിക്കാതെ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അതും വളരെ ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇത് ഉരുളക്കിഴങ്ങിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാരറ്റ്, മധുരക്കിഴങ്ങ് ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഈ കാണിച്ചതുപോലെ ഒരേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. ചെറിയ സ്ലൈസസ് ആയിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി 20 മിനിറ്റിന് ശേഷം നമുക്ക് ആ വെള്ളം കളഞ്ഞെടുക്കാം. ആ സമയത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം മാറ്റിയെടുത്ത ഉരുളക്കിഴങ്ങ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അധികം സമയം കൂടരുത്, അത് വെന്ത് കുഴഞ്ഞു പോകും. 2 മിനിറ്റിന് ശേഷം ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഒരു ടിഷ്യൂലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്തു കൊടുക്കുന്നത്. ഇനി അത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സീസണിങ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ പൊട്ടാറ്റോ വെഡ്ജസിൻ്റെ ഒരു സീസണിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ പാപ്രിക്ക പൗഡർ, ഒലീവ് ഓയിൽ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി സീസണിങ് ഇല്ലാത്തവർ അല്പം ഉപ്പും പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരു പേപ്പർ ട്രേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് പരത്തി വയ്ക്കാം. അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഇട്ട് കൊടുക്കരുത്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 22 മിനിറ്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇടയ്ക്കൊന്നെടുത്ത് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, 22 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പുറത്തുനിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ ഒരു തുള്ളി എണ്ണയില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു ചിപ്സ് അല്ലെങ്കിൽ ഈ ഫ്രൈസ് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഒരൊറ്റ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ചോക്ലേറ്റ് നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതേത് തരം ചോക്ലേറ്റ് ആവട്ടെ, മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ നട്ട്സ് ചേർത്തിട്ടുള്ള ചോക്ലേറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രനോള, ചോക്കോ നട്ട് ഗ്രനോള ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നട്ട്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 3 തരം നട്ട്സാണ് എടുത്തിരിക്കുന്നത്: കാഷ്യൂനട്ടും ആൽമണ്ട്സും വാൽനട്ടും. ആദ്യം തന്നെ എയർ ഫ്രയറിലേക്ക് ഒരു ഗ്ലാസ് ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ 3 നട്ട്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മിൽക്ക് ചോക്ലേറ്റ് വിത്ത് നട്ട്സ് അതിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ചോക്ലേറ്റ് ക്യാൻഡീസും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മെൽറ്റ് ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ഞാനിതിപ്പോൾ 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തുടരെ മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റും നട്ട്സും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചോക്കോനട്ട് ഗ്രനോള റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഓട്സ്, ഫ്ലാക്സ് സീഡ്, ഇനി എന്തെങ്കിലും സീഡുകൾ വേറെ പംകിൻ സീഡോ സൺഫ്ലവർ സീഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈവനിങ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്കായിട്ടോ അല്ല മുതിർന്നവർക്കായാലും ഇത് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നട്ട്സ് ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ബാക്കി വരാതെ പാത്രം കാലിയാക്കുകയും ചെയ്യും. അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. വൈകുന്നേരം ചായക്കൊപ്പം കുറിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള, അതും അധികം ഓയിൽ, ഒട്ടും തന്നെ ഓയിൽ എന്ന് പറയാൻ പറ്റില്ല, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള പൊരി, അവൽ, കോൺഫ്ലെക്സ്, പിന്നെ താമര സീഡ് ഉണ്ട്, ലോട്ടസ് സീഡ്, മക്കന പറയും. പിന്നെ സീഡുകളായിട്ട് ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഒരു 1/4 കപ്പ് ഓട്സ്. പിന്നെ ഇതൊരു സ്പൈസി നംകിനായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം
ചാട്ട് മസാല, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എയർ ഫ്രയറിൽ ഞാനൊരു ആദ്യം ഒരു ബട്ടർ പേപ്പർ ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ഒരു കറിവേപ്പില തണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ടുണ്ടല്ലോ ഒരു സ്റ്റീലിൻ്റെ ലിഡ് അല്ലെങ്കിൽ ട്രേ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള അവൽ പൊരി ഇതെല്ലാം വെയിറ്റ് ഒട്ടും തന്നെ ഇല്ലാത്തതാണ്. അത് മുകളിലേക്ക് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഒരു ലിഡ് വെച്ചിട്ട് അടക്കുന്നത്. ഇനി അത് ഞാൻ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 15 മിനിറ്റാണ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഞാനിത് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നോക്കുന്ന സമയത്ത് കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഞാൻ പൊടിച്ചൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് അത് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്ലാക്ക് റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എരിവിനോടൊപ്പം തന്നെ റേസിൻസിൻ്റെ ആ ഒരു മധുരം കൂടിയൊക്കെ ചേരുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് 5 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ഞാൻ റേസിൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള 5 മിനിറ്റ് കൂടി എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുമുരാന്നിരിക്കുന്ന ഒരു നംകിൻ സ്നാക്ക്, അതും ഈവനിങ് ചായയുടെയൊക്കെ ഒപ്പം നന്നായിട്ട് കുറിക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നംകിനാണ് കേട്ടോ. വീട്ടിൽ നട്ട്സും പൊരിയും അവലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ കുറിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലൊന്നും അധികം ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു റെസിപ്പി കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു നംകിൻ ക്രിസ്പി സ്നാക്ക് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക്, എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഒന്നും കേടാകാതെല്ല ക്രിസ്പി ആയിട്ട് തണുത്തൊന്നും പോകാതെ തന്നെ നമുക്ക് ചായക്കൊപ്പം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിച്ചത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് വെള്ളത്തിലിട്ടൊന്നും തിളപ്പിക്കാതെ ഗ്യാസ് ഒന്നും കത്തിക്കാതെ തീ പോലും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കുന്നത് മുട്ട എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. എയർ ഫ്രയർ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു 15 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 120 ഡിഗ്രിയിൽ. അപ്പോൾ മുട്ടയുടെ ഉള്ളിലെ ഉണ്ണിയുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ഉണ്ണി കിട്ടുന്ന ആ ഒരു ടൈമും ടെമ്പറേച്ചറുമാണ് പറഞ്ഞത്. 120യിൽ 15 മിനിറ്റ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 15 മിനിറ്റിന് ശേഷം അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരിയ ചൂടോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമ്മളത് തൊലി ഒലിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് അധികം ഉടഞ്ഞൊന്നും പോകാതെ നല്ല ഉണ്ണിയൊക്കെ പാകത്തിന് വെന്തിട്ടുള്ള മുട്ട ഇവിടെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് പൊട്ടി അതിൽ നിന്നൊക്കെ പുറത്ത് വരില്ലേ, ആ ഒരു പ്രശ്നമൊന്നും ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.